അവരുടെ ജീവിതക്കാര് അവര് ഇത് ആസ്വദിച്ച് ചെയ്യുന്നവരാ. അവര് ആസ്വദിച്ച് കൊണ്ടുപോകുന്നവരാണ്. ഇപ്പൊ ഈയിടെ അടുത്ത് മരിച്ച കവിയൂർ പൊന്നമ്മ. പൊന്നമ്മ ചേച്ചി ഒക്കെ ആസ്വദിച്ച് 1000-ത്തിലധികം സിനിമയിൽ ചെയ്തിട്ടുണ്ട്. അവരൊക്കെ ഞാനൊരു ഓർക്കായത് ഒരു വിവാദത്തിനോ മറ്റുള്ളതിനു വേണ്ടി പറയുന്നതല്ല, ഓർത്തിരിക്കേണ്ട 1-2 കാര്യങ്ങൾ. അവർക്ക് മണിസ്വാമി എന്നുള്ളൊരു ഹസ്ബൻഡ് ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അവസാനം ഗുരുവായൂരിൽ പിടിച്ചു കൊണ്ടുവന്ന് 15 ദിവസം അവരുടെ കൂടെ താമസിപ്പിച്ച് ആലുവയിൽ തന്നെ അവരിപ്പോ അടുത്ത വീട്ടിൽ മറവ് ചെയ്തു. ഞാനൊരു 2-3 മാസം മുമ്പ് അവരുടെ വീട്ടിൽ പോയതാ. അവിടെയാണ് മറവ് ചെയ്തിട്ടുള്ളത് മണിസ്വാമി. പക്ഷെ മണിസ്വാമി അവരെ നോക്കിയിട്ടൊന്നുമില്ല. അവര് നോക്കിയിരുന്നത് പിന്നെ മഞ്ചേരി, മണ്ണാർക്കാട് അവിടെ എവിടെയുള്ള ഒരു ബസ്സൊക്കെ ഉള്ളൊരു ഓണർ ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് ഇവരുടെ ഭർത്താവായിട്ട് ഞാൻ കാണുമ്പോൾ ഉണ്ടായിരുന്നത്. അദ്ദേഹം മരിക്കുന്ന 1000 പറ എന്നുള്ള സിനിമ ഐവിഷയുടെ ഷൂട്ടിങ് കോഴിക്കോട് നടക്കുമ്പോഴാണ് ആ വ്യക്തി മരിക്കുന്നത്. മരിച്ചിട്ട് കവിയൂർ പൊന്നമ്മ അറിയിക്കുന്നില്ല. കാരണം അവിടെ സീൻ എടുക്കാൻ പറ്റില്ല. ഇത് മരിച്ചു കഴിഞ്ഞാൽ അവരുടെ വീട്ടിൽ ഇവർക്ക് എത്തണം. അത് പ്രത്യേകിച്ച് മുസ്ലിംസ് ആണ്. അത് അപ്പൊ അവർക്ക് ആ പള്ളിയുടെ ചടങ്ങൊക്കെ നടക്കണം. പക്ഷെ കവിയൂർ പൊന്നമ്മ അറിയിച്ചില്ല. ഭർത്താവാണോ ചോദിച്ചാണ്, എന്നാ അല്ലേ ചോദിച്ചാൽ അല്ല. പക്ഷെ ഭർത്താവായിട്ട് ജീവിച്ചിരുന്ന ഒരാളാണ് അദ്ദേഹം. അങ്ങനെ ഇവരോട് പറയുന്നത് കുറേ വൈകിട്ടാണ് പറഞ്ഞത്. കുറേ വൈകി പറഞ്ഞതിൻ്റെ ശേഷം അവര് അടക്കുന്നൊന്നും പോയില്ല. അത്രയൊക്കെയുള്ള അവരൊക്കെയുള്ള മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങളൊക്കെ അത്രയൊക്കെ ഉള്ളൂ. അവരുടെയൊക്കെ ലൈഫ് സ്റ്റൈൽ വ്യത്യാസമുണ്ട്. ഇതുപോലെയൊക്കെയാണ് അവരുടെ ലൈഫ് സ്റ്റൈൽ. അത് അവരൊക്കെ ജീനിയസുകളാണ്. ജീനിയസുകൾ പറഞ്ഞാൽ മനുഷ്യരിലും അപ്പുറത്തേക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിഞ്ഞിരുന്ന ആളുകളാണ്. അതുകൊണ്ട് അവർ കുറ്റമൊന്നും പറയാൻ പറ്റില്ല. അവർ ആസ്വദിച്ച് ജീവിക്കുന്നവരാണ്. പല രീതിയിലും ആസ്വദിച്ചിട്ടുണ്ടാവും. ആ സിനിമയിൽ ആസ്വദിക്കുമ്പോൾ പല രീതിയിൽ ആസ്വദിക്കും.